ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വുഡ് ഹാവ് ഹാഡ് ടു ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്. കണ്ടീഷണൽ സെൻറ്റൻസസിൽ എങ്ങനെയാണ് വുഡ് ഹാവ് ഹാഡ് ടു ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസസ് എന്താണ് എന്ന് നമുക്കറിയാം. നമ്മൾ പല ലെസൺസിലായി അത് പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ ടൈപ്പ് കണ്ടീഷണൽ സെൻറ്റൻസസും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻ, അതായത് ഇമാജിനറി സിറ്റുവേഷൻ, സങ്കല്പിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതല്ലെങ്കിൽ അൺസേർട്ടനായിട്ട് ഒരു സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അതങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം സംഭവിക്കും, അതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ, പിന്നെ അതിൻ്റെ ഒരു റിസൾട്ട്, അങ്ങനെ പറയുന്ന സെൻറ്റൻസുകൾ ആണ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ടോപ്പിക് വുഡ് ഹാവ് ഹാഡ് ടു എന്നത് എങ്ങനെയാണ് ഒരു കണ്ടീഷണൽ സെൻറ്റൻസസിൽ ഉപയോഗിക്കുന്നത് എന്നാണ്. ഇത് ഒരു പാസ്റ്റ് ഒബ്ലിഗേഷൻ കാണിക്കുന്നതിന്, ഒബ്ലിഗേഷൻ എന്നാൽ ബാധ്യത, അതല്ലെങ്കിൽ ഒരു നെസസിറ്റി, പാസ്റ്റ് നെസസിറ്റി, ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വുഡ് ഹാവ് ഹാഡ് ടു എന്ന ഒരു പ്രയോഗം വേണ്ടി വരുന്നത്. പാസ്സായിരുന്നില്ലെങ്കിൽ, അവൾ തോറ്റുപോയിരുന്നെങ്കിൽ അവൾ റീടെസ്റ്റ് എടുക്കേണ്ടി വരുമായിരുന്നു എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഈ ഹാഡ് ടുവിൻ്റെ ഒരു പ്രയോഗം വരുന്നത്. പാസ്റ്റിലൊരു കാര്യം കഴിഞ്ഞുപോയി, അപ്പോൾ റീടെസ്റ്റ് എടുക്കേണ്ടി വന്നില്ല, അവൾ പാസ്സായി. പക്ഷേ തോറ്റിരുന്നെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അവൾക്ക് റീടെസ്റ്റ് എടുക്കേണ്ടി വരുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ വുഡ് ഹാവ് ഹാഡ് ടുവിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ആ ജോബ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു എന്നല്ല, ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട ഒരു ബാധ്യത വരുമായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരുമായിരുന്നു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന്. അപ്പോൾ ജോലി കിട്ടിയില്ല, അങ്ങനെ ഒരു ആവശ്യവും വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിൾ ഓരോന്നായിട്ട് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, കൃത്യമായിട്ടത് മനസ്സിലാവും. അവൾ എക്സാമിന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ, ഫെയിലായിരുന്നെങ്കിൽ, അവൾക്ക് എക്സാം രണ്ടാമത് എഴുതേണ്ടി വന്നേനെ, അവൾക്ക് റീടെസ്റ്റ് വേണ്ടി വരുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് ഫെയിൽഡ് ദി എക്സാം ഷീ വുഡ് ഹാവ് ഹാഡ് ടു റീടേക്ക് ദി എക്സാം. എക്സാം തോറ്റിരുന്നെങ്കിൽ എന്നല്ലേ പറയുന്നത്. അങ്ങനെ കാര്യം സംഭവിച്ചിട്ടില്ല, സംഭവിക്കാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, പാസ്റ്റിൽ കഴിഞ്ഞുപോയി. അപ്പോൾ ഇഫ് ഷീ ഹാഡ് ഫെയിൽഡ്, നോക്കൂ, ഷീ ഹാഡ് ഫെയിൽഡ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ് അവിടെ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ, അടുത്ത ക്ലോസിൽ പറയുന്നത് എന്താ, ഷീ വുഡ് ഹാവ് ഹാഡ് ടു റീടേക്ക് ദ എക്സാം. അവൾക്ക് ആ എക്സാം റീടേക്ക് വേണ്ടി വരുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഷീ വുഡ് ഹാവ് ഹാഡ് ടു എന്ന് ഉപയോഗിക്കുന്നത്. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, ലോട്ടറി അടിച്ചില്ല, പക്ഷേ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ, പാസ്റ്റിലെ കാര്യമാണ് കേട്ടോ, എനിക്ക് അതിന് ടാക്സ് പേ ചെയ്യേണ്ടി വരുമായിരുന്നു. If I had won the lottery, I would have had to pay taxes on it. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കുമായിരുന്നു എന്നായിരുന്നെങ്കിൽ ഈ വുഡ് ഹാവ് ഹാഡ് ടുവിൻ്റെ ഒന്നും ഉപയോഗം അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഐ വുഡ് ഹാവ് പെയ്ഡ് ടാക്സ് ഓൺ ഇറ്റ് എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. വുഡ് ഹാവ് പെയ്ഡ്. ഇവിടെ വുഡ് ഹാവ് ഹാഡ് ടു പേ എന്ന് വേണ്ടി വരുന്നു. അത് നമുക്കങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന ഒരു മീനിങ് വരുന്നതിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. കാലാവസ്ഥ മോശമായിരുന്നെങ്കിൽ നമുക്ക് പിക്നിക് ക്യാൻസൽ ചെയ്യേണ്ടി വരുമായിരുന്നു. കാലാവസ്ഥ മോശമായിരുന്നെങ്കിൽ, ഇഫ് ദ വെദർ ഹാഡ് ബീൻ ബാഡ് വി വുഡ് ഹാവ് ഹാഡ് ടു ക്യാൻസൽ ദ പിക്നിക്. ചെയ്യേണ്ടി വരുമായിരുന്നു, വുഡ് ഹാവ് ഹാഡ് ടു ക്യാൻസൽ. ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യുമായിരുന്നു എന്ന് മാത്രം മതിയെങ്കിൽ വി വുഡ് ഹാവ് ക്യാൻസൽഡ് ദ പിക്നിക് എന്നാണ് പറയേണ്ടത്. പക്ഷേ വേണ്ടി വരുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് വുഡ് ഹാവ് ഹാഡ് ടു ക്യാൻസൽ എന്നുപയോഗിക്കുന്നത്.
ഇഫ് ദ വെദർ ഹാഡ് ബീൻ ബാഡ്, ഇഫ് ദ വെദർ ഹാഡ് ബീൻ ബാഡ് എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ മീനിങ് മനസ്സിലായില്ലേ? ഹാഡ് കഴിഞ്ഞിട്ട് ബീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വെദർ മോശമായിരുന്നെങ്കിൽ അവിടെ ഒരു ആക്ഷൻ ഒന്നും ഇല്ല. ഹാഡ് ബീൻ എന്ന് ഉപയോഗിക്കുന്നത് അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണത്. വെദർ നല്ലതാവുക ചീത്തയാവുക എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടീഷനാണ്, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതുകൊണ്ടാണ് ഇഫ് ദ വെദർ ഹാഡ് ബീൻ ബാഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആ ജോലി സ്വീകരിച്ചിരുന്നെങ്കിൽ, ആ ജോലി പുതിയ ഒരു ജോലി കിട്ടിയത് അത് എടുത്തിരുന്നെങ്കിൽ എനിക്ക് വേറൊരു സിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നേനെ, റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇഫ് ഐ ഹാഡ് ടേക്കൺ ദാറ്റ് ജോബ് ഐ വുഡ് ഹാവ് ഹാഡ് ടു റീലൊക്കേറ്റ് ടു അനദർ സിറ്റി. ഐ വുഡ് ഹാവ് ഹാഡ് ടു. ഇനി ഞാൻ റീലൊക്കേറ്റ് ചെയ്യുമായിരുന്നു എന്നാണെങ്കിൽ ഐ വുഡ് ഹാവ് റീലൊക്കേറ്റഡ് ടു അനദർ സിറ്റി എന്ന് മാത്രം മതി. ഇവിടെ ഐ വുഡ് ഹാവ് ഹാഡ് ടു റീലൊക്കേറ്റ് എന്ന് ഉപയോഗിക്കുന്നത് എനിക്കങ്ങനെ ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന മീനിങ് കിട്ടുന്നതിനാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ? സംഗീത കച്ചേരി അറ്റൻഡ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവൾക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് എടുക്കേണ്ടി വരുമായിരുന്നു. അവൾക്ക് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് വാങ്ങേണ്ടി വരുമായിരുന്നു. ഇഫ് ഷീ ഹാഡ് വാണ്ടഡ് ടു അറ്റൻഡ് ദ കോൺസേർട്ട് ഷീ വുഡ് ഹാവ് ഹാഡ് ടു ബൈ ദ ടിക്കറ്റ് ഇൻ അഡ്വാൻസ്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, ശ്രദ്ധിക്കുക, പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ തന്നെ രാത്രി സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. ഇഫ് ദ ഫ്ലൈറ്റ് ഹാഡ് ബീൻ ക്യാൻസൽഡ്, ഹാഡ് ബീൻ ക്യാൻസൽഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. ഇഫ് ദ ഫ്ലൈറ്റ് ഹാഡ് ബീൻ ക്യാൻസൽഡ് വി വുഡ് ഹാവ് ഹാഡ് ടു സ്പെൻഡ് ദ നൈറ്റ് അറ്റ് ദ എയർപോർട്ട്. വുഡ് ഹാവ് ഹാഡ് ടു എന്നൊന്നും നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയില്ല. വുഡ് ഹാവ് ഹാഡ് ടു. വുഡ് ഹാവ് എന്ന് ക്ലിയർ ആയിട്ട് പറയേണ്ട കാര്യമില്ല. വുഡ് ഹാവ് ഹാഡ് ടു. പിന്നെ ഇതുപോലെയുള്ള എക്സാമ്പിൾസ് പറഞ്ഞു ശീലിക്കുക. കാരണം കൂടുതലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓൺ വേയിൽ, നമ്മുടെ ഓൺ സെൻറ്റൻസസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ വുഡ് ഹാവ് ഹാഡ് ടു അതിൻ്റെ ഉപയോഗം കണ്ടീഷണൽ സെൻറ്റൻസസിൽ എങ്ങനെയാണ് എന്നത് മനസ്സിലായല്ലോ.